ഈ പാരലലോഗ്രാം വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുക ബേസ് ലൈന് വരയ്ക്കുകയാണ്. അതായത് 4 സെന്റിമീറ്റർ നീളമുള്ള ഈ താഴത്ത് കാണിച്ചിട്ടുള്ള ഈ ലൈനെയാണ് ബേസ് ലൈൻ എന്ന് പറഞ്ഞത്. അത് വരച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിലാണ് കോൺ, ഈ സൈഡിലാണ് ആംഗിൾ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ നമ്മളെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കും. കറക്റ്റ് സെന്ററിൽ, ഇവിടെ സെന്ററിൽ ഇങ്ങനെ ഒരു സംഭവം, ഒരു കുത്ത് പോലത്തെ ഒരു ലൈന് പോലെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് അവിടെ 70 ഡിഗ്രി എന്ന് പറഞ്ഞപ്പോൾ 10, 20, 30, 40, 50, 60, 70 ഇങ്ങനെ 70 എന്ന രീതിയിൽ പോയിന്റ് ഇട്ട് നമുക്കിതിങ്ങനെ സ്കെയില് വെച്ചിട്ട് കറക്റ്റ് 3 സെന്റിമീറ്റർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ 3 സെന്റിമീറ്റർ ആയി. പക്ഷെ ഇപ്പൊ ഇനി എന്തുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ആംഗിൾ വരയ്ക്കാനുണ്ട്. അപ്പൊ ഇവിടെ കൊടുന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വീണ്ടും വെക്കും. ഇങ്ങനെ വെച്ച സമയത്ത് ഇവിടെ നമുക്ക് കിട്ടേണ്ടത്, നമുക്കറിയാം ഇത് 70 ആണെങ്കിൽ ഇത് 180 മൈനസ് 70, അതായത് 110 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ 180 അല്ലേ വരിക. അപ്പോൾ 180 മൈനസ് 70 എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഈ സൈഡിലെ 0, ഈ സൈഡിലാണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നത്, ഈ സൈഡിലാണ് ആംഗിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 0, 10, 20, 30, 40 ഇങ്ങനെ നോക്കിയിട്ട് അവിടുത്തെ 110 വരുന്നോടത്ത് ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഈ പ്രൊട്രാക്ടറിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ 3 സെന്റിമീറ്റർ ആണ്, അതേപോലെ ഇവിടെയും 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക സ്കെയിൽ വെച്ചിട്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. കറക്റ്റ് താഴെ 4 വന്നതുപോലെ ഇവിടെയും കറക്റ്റ് 4 സെന്റിമീറ്റർ വരും. ഈ രണ്ടാമത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലാണ് ആംഗിളിന്റെ അളവ് 120 തന്നിട്ടുള്ളത്. അപ്പോ 180 മൈനസ് 120 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ 80 ആണ് വരിക. 80ഉം 20ഉം കൂട്ടിയാലല്ലേ 100 ആണോ? അല്ല, 60 ആണ് വരിക. 60ഉം 20ഉം 180 വരും. അപ്പൊ ഇവിടെ 60 ആണ് വരേണ്ടത് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആദ്യം 5 സെന്റിമീറ്ററിൽ ലൈന് വരച്ചിട്ട് ഇവിടെ പ്രൊട്രാക്ടറിൽ നമ്മൾ എടുക്കേണ്ടത് 120 ആണ്. 10, 20, 30, 40. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ സൈഡില് ലൈന് വരുമ്പോൾ ഈ സൈഡിലത്തെ 0 ആണ് തുടങ്ങുക. അതേപോലെ ഈ സൈഡിൽ പ്രൊട്രാക്ടർ വെക്കുമ്പോൾ ഈ സൈഡിലുള്ള 0, ഈ സൈഡിലുള്ള 0 ആണ് തുടങ്ങുക. ലൈനിന്റെ സൈഡിലുള്ള 0 എന്നാണ് എണ്ണി തുടങ്ങുക. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റ് 3 സെന്റിമീറ്റർ വരച്ചതിന് ശേഷം ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അടുത്തത് മൂന്നാമത്തെ പിക്ചറിന്റെ പ്രത്യേകത, ഇവിടെ 50 ആണെങ്കിൽ ഇത് 50 ആണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇത് 50 ആണെങ്കിൽ ഇത് നമുക്കറിയാം 180ൽ നിന്ന് 50 മൈനസ്, അപ്പൊ ഇത് 130 ആവും എന്നറിയാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അളവ് അവിടെ റൈറ്റ് 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും 2 സെന്റിമീറ്റർ വെച്ചിട്ട് വരക്കുക. ലാസ്റ്റ് വൺ ഇവിടെ 140 തന്നിട്ടുണ്ട്. 140ന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ഇതാണ്. ഇത് 140 ആണ്, ഇത് 140 ആണെങ്കിൽ ഇത് 40 ഡിഗ്രി ആണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വരക്കുക. ഇവിടെ 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഇതും 3 സെന്റിമീറ്റർ വരും. ഇത് 3 സെന്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതും ഓട്ടോമാറ്റിക്കലി 3 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും.